അപ്പോൾ മുംബൈ സ്ട്രീറ്റ് ഫുഡ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഐറ്റമായ പാനിപൂരി. പാനിപൂരിയുടെ തന്നെ ഒരു റെഡി ടു കുക്ക് ഐറ്റം നമ്മുടെ ഹൽദിറാംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പാക്കേജ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ അകത്തെ ഒരു കുക്കിംഗ് മെത്തേഡ്സും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആയ പൂരി തന്നെ നമുക്ക് എടുക്കാം. പൂരി പ്രിപ്പയർ ചെയ്യുന്നത് റവയും മൈദയും പിന്നെ പാമലിൻ ഓയിലും പിന്നെ അയഡൈസ് സോൾട്ടൊക്കെ ഇങ്ങനെ കൂടി വെച്ചിട്ടാണ് എന്നാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബൂന്തിയാണ്. ബൂന്തി ചെറിയ ഒരു മഞ്ഞ കളറിലുള്ള ഒരു റൗണ്ട് ഐറ്റം, റൗണ്ട് ബോൾസ് മാതിരിയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് യൂഷ്വലി ചെറുപയർ പൊടി, അതായത് ചിക്ക് പീസ് ഫ്ലോറും പിന്നെ അയഡൈസ്ഡ് സോൾട്ടും അതുപോലെ തന്നെ പാമലിൻ ഓയിലൊക്കെ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൽ പറയുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാനിപൂരിയിൽ തന്നെ ഡ്രൈ മസാലയാണ്. ഡ്രൈ മസാല ഉണ്ടാക്കിയേക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, സിട്രിക് ആസിഡ് എന്നിവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ടമറിൻഡ് പൗഡർ, പിന്നെ മിൻറ്റ് പൗഡർ, ജീരകം, ബ്ലാക്ക് സോൾട്ട് എന്നിവയൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു മസാല എന്ന് പറയുന്നത്. ആ മസാലക്കൂട്ടി ഈ കാണുന്നതാണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംലി സോസ് ആണ്, അതായത് ടമറിൻ സോസ് ആണ് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ്. അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ ടമറിൻ പൗഡർ ഒരു മെയിൻ പാർട്ടാണ്. അതുകൂടാതെ പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി, ജീരകം, ഈന്തപ്പഴം, അതുപോലെ തന്നെ കുറേ പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെയാണ് ഈ ഇംലി സോസിലുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കണം ബൂന്തി ഉള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ പൂരി ഒരു വലിയ പാക്കിലാണ്, അധികം പൊടിഞ്ഞു പോവാതെ ഇരിക്കുന്ന രീതിയിലാണ് അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി പൂരിയുടെ പാക്ക് ഒന്ന് നോക്കാം. പൂരിയുടെ അത്യാവശ്യം നല്ല വലിയ പാക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ പൂരി പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം ഇത് അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ വെറുതെ പൂരി അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുകയല്ല, അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷേ അത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 3 ബൗൾസ് എടുത്തേക്കാണ്. അതിൻ്റെ അകത്ത് ഇംലി സോസാണ് ഇപ്പോൾ ആദ്യം ഒഴിക്കുന്നത്. അടുത്തത് നമ്മളിടുന്നത് ബൂന്തിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബൂന്തി. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ കളറിൽ റൗണ്ടായിട്ടിരിക്കുന്ന കുറേ മുത്ത് പോലെ ഇരിക്കുന്നത് ഐറ്റം. അപ്പോൾ ഇതാണ് ബൂന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിപ്പറേഷൻസിൽ പറയണതനുസരിച്ചിട്ട് ബൂന്തിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പാനിപൂരിയിലെ പാനി ഉണ്ടാക്കാം. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഇംലി സോസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു ടാങ്കി പാനി ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒരു മസാലയുടെ ഒരു പാക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് ആ മസാല വെള്ളമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഈ മസാലയുടെ പാക്ക് മൊത്തം പൊട്ടിച്ചിട്ട് അതും ഒരു പാനിയാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാനിയാണ്. ഒന്ന് ഈ മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പാനിയും പിന്നെ ഇംലി സോസ് വെച്ചിട്ടുണ്ടാക്കുന്ന പാനി. ഇനി നമുക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ പൂരിയുടെ പാക്ക് പൊട്ടിക്കാം. ഇപ്പോൾ പൂരിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വെൽ പാക്ഡ് ആണ്. പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് വെൽ പാക്ഡ് ആണ്. പിന്നെ തണുത്തു പോകാതിരിക്കാനായിട്ട് സിലിക്കയുടെ 2 പാക്ക് കൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് 30 പീസ് പൂരിയാണ്. അപ്പോൾ 30 പീസ് പാനിപൂരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരൊറ്റ പാക്കിൽ. ഇനി അപ്പോൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പൂരി എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക, മോൾ ഭാഗത്ത് പൊട്ടിക്കുക. ഈ ബൂന്തി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇടുക, പിന്നെ കുറച്ച് നമ്മളുടെ ഇംലി സോസിൻ്റെ ഒരു വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് മസാല വെള്ളം ഒഴിക്കുക. അതോടെ നമ്മുടെ പാനിപൂരി ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നങ്ങളെ പറ്റിയിട്ടുണ്ട്. ഈ നമ്മുടെ പൂരിക്ക് അത്യാവശ്യം നല്ലൊരു ലീക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വെള്ളം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നില്ല, ഇത് ഒഴുകി പോവുകയാണ്, താഴേക്ക് ഒഴുകി പോവുകയാണ്. അത് ഒരു പൂരിയിലല്ല, നമുക്ക് അത്യാവശ്യം എടുത്തേക്കുന്നതിൻ്റെ അകത്ത് ഭൂരിഭാഗം പൂരിയിലും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ചില ഏരിയാസിൽ നിന്ന് കഴിച്ചേക്കുന്ന പാനിപൂരി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ചില ഏരിയാസിൽ നിന്ന് കഴിച്ചേക്കുന്ന പാനിപൂരി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്ലാങ്ക് ടേസ്റ്റാണ്. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ പ്രിപ്പറേഷൻ്റെ അകത്ത് എന്തെങ്കിലും വന്ന പാളിച്ച ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ബൂന്തി ആണെങ്കിലും ഒരു പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല ഇതിന്. അപ്പോഴാണ് നമ്മൾ ഒരു പരീക്ഷണം കൂടി നടത്താമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു റിയലിൻ്റെ മസാല പോമഗ്രാനേറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പുളിവെള്ളത്തിന് പകരം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, കാരണം ഇതൊരു മസാല പോമഗ്രാനേറ്റ് ജ്യൂസാണ്. അപ്പോൾ ഒരു സ്വീറ്റും പിന്നെ ഒരു മസാല ഫ്ലേവറും, അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്നൊരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ടാങ്കി പാനിപ്പൂരി നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, അത് ഫെയിലിയർ ആയിരുന്നു. ഇനിയിപ്പോൾ ഒരു സ്വീറ്റ് പാനിപ്പൂരി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ചെക്ക് ചെയ്തത്. പക്ഷേ ഇത് അതിലും ഫെയിലിയർ ആയിരുന്നു. ഇതിനും പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടായില്ല. അത് ചിലപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ രണ്ടും ബേസിക്കലി ഫെയിലിയർ ആയിരുന്നു. ഇവിടെ ആർക്കും തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.